ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശിവന്റെ അവസ്ഥ കണ്ട് വേഗം തന്നെ മെഡിസിൻ എത്തിക്കണമെന്നും 10-20 മിനിറ്റ് നമ്മുടെ കയ്യിലുള്ളൂ എന്നും അത്രയും നേരത്തേക്ക് ഞാൻ ശിവേട്ടന്റെ ജീവൻ പിടിച്ചു നിർത്താമെന്നും പെട്ടെന്ന് തന്നെ മെഡിസിൻ എത്തിക്കണമെന്നും ശാലിനിയോട് അറിയിച്ച് വേഗം എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള കാര്യം പ്രകാശ് വാട്സപ്പ് ചെയ്യുന്നു. ഉടൻ തന്നെ ശാലിനി വണ്ടിയും എടുത്ത് അവിടെ നിന്ന് പുറപ്പെട്ടു. വണ്ടി മുന്നോട്ട് പോകുന്നതിനിടയിൽ പ്രകാശ് ശിവനെ നോക്കുമ്പോഴേക്കും അത്രയും നേരം തുറന്നിരുന്ന ശിവന്റെ കണ്ണുകൾ പതിയെ അടയുന്ന കാഴ്ച കണ്ടു. പ്രകാശം അടുത്തു നിന്ന റാണിയും വല്ലാത്ത ആശങ്കയോടെ ശിവനെ നോക്കി. അപ്പോഴാണ് ശാലിനി വണ്ടി ഓടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനിടയിൽ വേഗം തന്റെ മൊബൈൽ ഫോൺ എടുത്ത് ഉടൻ തന്നെ അനുപല്ലവിയെ വിളിക്കുകയാണ്. അനു, എത്രയും പെട്ടെന്ന് ഇവിടെ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പ് ഏതെങ്കിലും ഓപ്പൺ ആയിട്ടുണ്ടോ എന്ന് ഒന്ന് പറയണമെന്നും ഇവിടെ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പുകൾ ഏതാണെന്ന് തന്നോടൊന്ന് അറിയിക്കണമെന്നും പറഞ്ഞു. ഇതിനിടയിൽ ഈ സമയത്തിനുള്ളിൽ ഇവിടങ്ങളിലുള്ള മെഡിക്കൽ ഷോപ്പുകളൊക്കെ ഇപ്പൊ അടച്ചിട്ടുണ്ടാവും. മേഡം ഇപ്പൊ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ കൃത്യമായി ശാലിനി താൻ എവിടെയാണ് ഉള്ളത് എന്ന് പറഞ്ഞു കൊടുത്തു. ആ KK ജംഗ്ഷനാണ് ഉള്ളതെന്ന് അറിഞ്ഞതും, എന്നാൽ ആ ഏരിയയിൽ ഇപ്പൊ മെഡിക്കൽ ഷോപ്പുകളൊന്നും ഇല്ല മേഡം. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മെഡിക്കൽ ഷോപ്പ് ഉണ്ട്, അവിടെ വേണമെങ്കിൽ ഞാൻ വിളിച്ച് പറയാം എന്ന് അറിയിച്ചതും, അങ്ങനെയാണെങ്കിൽ എത്രയും വേഗം അയാളോട് ഞാൻ പറഞ്ഞ ഈ അയച്ചു തരുന്ന മെഡിസിൻസ് എടുത്തു വെക്കണം എന്ന് പറയണം. ഞാൻ വേഗം തന്നെ അവിടെ പോയി അത് വാങ്ങിച്ചോളാം എന്ന് ശാലിനി അറിയിച്ചു. അത് 5-6 കിലോമീറ്റർ വേണ്ടി വരും മേഡം അവിടെ നിന്ന് എന്ന് പറഞ്ഞതും, അത് സാരയില്ല, ഞാൻ പോയിക്കോളാമെന്ന് ശാലിനി സമ്മതിച്ചു. എത്രയും പെട്ടെന്ന് വേണം, ഒരാളെ ജീവൻ രക്ഷിക്കാനാണ് എന്ന് പറഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞ് അനു ഉടൻ തന്നെ തന്റെ സുഹൃത്തിനെ വിളിച്ച കാര്യം അറിയിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കണം. അപ്പോഴാണ് പ്രകാശ് വിവരങ്ങൾ വിളിച്ചു പറയാമെന്ന് പറഞ്ഞതുകൊണ്ട് ചന്ദ്രയുടെ ഫോണിലേക്ക് വിളിച്ചത്. ചന്ദ്ര കോൾ എടുത്തതും പ്രകാശ് പറഞ്ഞു, ശിവേട്ടന്റെ ഇപ്പോഴത്തെ അവസ്ഥ ശിവേട്ടനെ ഞാൻ പരിശോധിച്ചു. ശിവേട്ടൻ ഇപ്പോ അബോധാവസ്ഥയിലാണെന്ന് പറഞ്ഞപ്പോ ഏട്ടൻ എന്താ പ്രകാശേ, ഏട്ടന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അത് പിന്നെ 1000-ൽ ഒരാൾക്ക് വരാറുള്ള ഹാർട്ടിന് പ്രോബ്ലം ഉള്ള ആളുകൾക്ക് വരാറുള്ള പെട്ടെന്നുള്ള ഒരവസ്ഥയാണിത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു മെഡിസിൻ എടുക്കണം എന്ന് പറഞ്ഞു. അത് കേട്ടതോടെ ചന്ദ്ര പറഞ്ഞു, പ്രകാശേ ഇനി നോക്കിയിരിക്കണ്ട, എത്രയും പെട്ടെന്ന് ഏട്ടനെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും, ഇല്ലെങ്കിൽ എന്റെ ഏട്ടന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറഞ്ഞ് ചന്ദ്ര ബഹളം വെച്ചതും, അത് കേട്ട ഉടനെ ചന്ദ്രയോട് പ്രകാശ് പറഞ്ഞു, ഇപ്പോ ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്കൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം ഇവിടെ അടുത്തെങ്ങും ഹോസ്പിറ്റൽ വേറെ ഇല്ല, കുറേയേറെ ദൂരം പോകണം. അത് മാത്രമല്ല, ഇപ്പോ എത്രയും വേഗം തന്നെ ഒരു മെഡിസിൻ അത് ഇഞ്ചെക്ട് ചെയ്താൽ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ശിവനെ രക്ഷിക്കാനാകും. അതിനുവേണ്ടി ശാലിനി ചേച്ചി പോയിരിക്കുകയാണ് മെഡിസിൻ വാങ്ങിക്കാൻ എന്നറിയിച്ചു. ഉടനെ ചന്ദ്ര പറഞ്ഞു, പ്രകാശ് ഞാൻ ഉടനെ തന്നെ അങ്ങോട്ട് വരാം, എനിക്ക് എന്റെ ഏട്ടനെ കാണണം എന്ന് പറഞ്ഞപ്പോ പ്രകാശ് പറഞ്ഞു, എടോ താൻ ടെൻഷൻ ആവാതിരിക്കാനാണ് ഞാൻ ഇക്കാര്യം തന്നെ വിളിച്ചു പറഞ്ഞത്, താനിപ്പോ ഇങ്ങോട്ട് വരികയൊന്നും വേണ്ട എന്ന് പറഞ്ഞപ്പോ, അത് പറ്റില്ല പ്രകാശ്, എനിക്ക് എന്റെ ഏട്ടനെ കാണണം, ഇത്രയും സീരിയസ് ആയി എന്റെ ഏട്ടനെ ഇരിക്കുമ്പോൾ എനിക്ക് എന്റെ ഏട്ടനെ കണ്ടേ പറ്റൂ, എനിക്ക് കാണണം എന്ന് പറഞ്ഞ് ഞാൻ എങ്ങനെയും ഏട്ടന്റെ അടുത്തോട്ട് വന്നോളാം എന്ന് പറഞ്ഞ് പ്രകാശിനോട് ഫോൺ വെച്ചോളാനായി ചന്ദ്ര അറിയിച്ചു. പ്രകാശ് ആകെ ചന്ദ്രയോട് പറഞ്ഞത് ഇപ്പൊ അബദ്ധമായുള്ള ആയല്ലോ എന്ന അവസ്ഥയിൽ പ്രകാശ് ആശങ്കയോടെ നിൽക്കുമ്പോൾ ചന്ദ്ര വേഗം തന്നെ ഫോൺ വെച്ചിട്ട് തന്റെ ഏട്ടനെ കാണണം എന്നുള്ള നിർബന്ധത്തോടെ വേഗം തന്നെ ആ വീട്ടിൽ നിന്നിറങ്ങി. ഇതിനിടയിൽ പ്രകാശ് ശിവനെ പരിശോധിക്കുകയും ചെയ്തു. ശിവന്റെ അപ്പോഴത്തെ കണ്ടീഷൻ കണ്ട് പ്രകാശ് ആകെ ടെൻഷനിലായി. ശിവൻ ആകെ അബോധാവസ്ഥയിലേക്ക് നീണ്ട ഈ അവസ്ഥയിൽ ശിവന്റെ കാലുകൾക്കൊക്കെ ഒന്നുകൂടി ആ തണുപ്പ് ബാധിക്കാതിരിക്കാനായി ശിവന്റെ കാലുകളിൽ തന്റെ കൈകൾ കൊണ്ട് ഉരച്ച് ശിവന്റെ കാലിന് ചൂട് പകർന്നു കൊടുക്കുകയാണ് പ്രകാശ്. അപ്പോഴേക്കും വീട്ടിലെല്ലാവരും ഉറക്കമായതുകൊണ്ട് വേഗം തന്നെ ചന്ദ്ര വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നപ്പോഴാണ് അവിടെ ഇരുന്ന് ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന സെക്യൂരിറ്റിയെ ചന്ദ്ര കണ്ടത്. എന്തായാലും സെക്യൂരിറ്റി തന്നെ കാണുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ചന്ദ്ര മറ്റേതെങ്കിലും രീതിയിൽ പുറത്തിറങ്ങിയേ തീരുമെന്ന് തീരുമാനിച്ചു. അപ്പോഴാണ് ശാലിനി കാർ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. ശാലിനിയെ ഫോൺ എടുത്ത് വേഗം തന്നെ അനുപല്ലവി വിളിച്ചിട്ട് പറഞ്ഞു, അനു എനിക്ക് മറ്റൊരു ഹെൽപ്പ് കൂടി ചെയ്യണം എന്ന് പറഞ്ഞോളൂ മേഡം എന്നറിയിച്ചു. ഉടനെ ശാലിനി അനുപല്ലവിയുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അന്ന് നൈറ്റ് പെട്രോളിങ്ങിന് ഇറങ്ങിയ സോമശേഖരനും സംഘവും അതുവഴി വരുന്ന കാറ് അമിത വേഗത്തിൽ വരുന്നത് കണ്ട് അവരെ പിടികൂടാനായി നോക്കിയിരിക്കുമ്പോഴേക്കും കാർ വേഗത്തിൽ വരിക മാത്രമല്ല ഫോണിൽ സംസാരിക്കുകയും കൂടി ചെയ്തിരിക്കുന്നു എന്ന് കണ്ടതോടെ സോമശേഖരൻ പറഞ്ഞു, അത് ശരി, ഇത് കൊള്ളാലോ, അമിത വേഗത്തിൽ കാറ് പോവുകയും ഡ്രൈവ് ചെയ്തതും പോരാ ഫോണിൽ സംസാരിക്കുന്നു, വേഗം തന്നെ പിടിക്കണം, വണ്ടി എടുക്കണോ എന്ന് പറഞ്ഞ് വേഗം ശാലിനിയുടെ കാറിനെ ചേസ് ചെയ്യുകയാണ് പോലീസ് സംഘം. അങ്ങനെ ശാലിനി കാറിൽ മുന്നോട്ട് പോകുമ്പോഴേ ശാലിനി അനുപല്ലവിയോട് പറഞ്ഞു, അതെ എത്രയും പെട്ടെന്ന് ഞാൻ ഈ പറഞ്ഞ മെഡിസിൻസ് ഒന്ന് പാക്ക് ചെയ്ത് വെച്ചേക്കാൻ അയാളോട് പറയണം, ഇനി സമയമില്ല കളയാനായിട്ട് എന്ന് പറഞ്ഞപ്പോ, അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മേഡം, ഇനി മേഡം അവിടെ ചെല്ലേണ്ട താമസം മാത്രമേ ഉള്ളൂ, എല്ലാം റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് ശാലിനി ഫോൺ വെച്ചു. ഉടനെ തന്നെ
വല്ലാത്ത ടെൻഷനോടെ കാർ ഡ്രൈവ് ചെയ്ത് ശാലിനി അങ്ങ് പോകുമ്പോ ശാലിനിയെ പിന്തുടർന്ന് പോലീസിന്റെ ജീപ്പ് വേഗം തന്നെ ഓവർടേക്ക് ചെയ്ത് കയറുകയാണ്. വേഗം വേഗം എന്ന് പറഞ്ഞ് അയാൾ സോമശേഖരൻ ബഹളം വെച്ചപ്പോഴേക്കും പെട്ടെന്ന് ചേസ് ചെയ്ത് വണ്ടി കൊണ്ടുവന്ന് നിർത്തി. വണ്ടി നിർത്തിയതും ശാലിനി വണ്ടി നിർത്തി ഇതെന്താണെന്നുള്ള രീതി നോക്കിയപ്പോഴേക്കും സോമശേഖരനും സംഘവും വേഗം കാറിന് മുന്നിലേക്ക് എത്തി. ശാലിനി ആകെ കലിയോടെ വണ്ടി നിർത്തിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. സോമശേഖരനെ കണ്ടതും ദേഷ്യത്തോടെ അരികിലേക്ക് എത്തി. എന്താടോ എന്ന് ചോദിച്ചു. അയ്യോ മേഡം, മേഡമായിരുന്നോ എന്ന് ചോദിച്ച് വേഗം ശാലിനിയെ കണ്ടതും സല്യൂട്ട് ചെയ്യുകയാണ് സോമശേഖരനും സംഘവും. ഉടനെ ശാലിനി ചോദിച്ചു, എന്താണോ തനിക്ക്? അല്ല മേഡം, രാത്രിയിൽ അമിത വേഗത്തിൽ കാറ് പോവുകയും ഒരു സ്ത്രീ മൊബൈലിൽ സംസാരിച്ചുകൊണ്ട് പോകുന്നത് മാത്രമാണ് ഞാൻ കണ്ടത്. അതുകൊണ്ടാണ് മേഡം പിന്നാലെ വന്നത്. മേഡം അന്ന് അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ശാലിനി ചോദിച്ചു, ഇപ്പൊ ആ സംശയം മാറിയില്ലേ? ഉടനെ ശാലിനി പോകാൻ തുടങ്ങിയപ്പോഴേക്കും സോമശേഖരൻ പറഞ്ഞു, അതല്ല മേഡം, പിന്നെ എന്താ അവിടെ തനിക്ക് പ്രശ്നം? അല്ല മേഡം, നിയമം നമ്മൾ തമ്മിൽ തന്നെ ലംഘിച്ചാൽ അത് ശരിയാവോ മേഡം എന്ന് ചോദിച്ചപ്പോഴേക്കും ശാലിനി ചോദിച്ചു, തനിക്ക് എന്താ അവിടെ പ്രശ്നം? എന്റെ പേരിൽ കേസ് എടുക്കണോ? താൻ പോയി കേസ് കൊടുക്കണോ? ഇനി അതല്ല, ഇപ്പോ ഞാൻ ഈ ചെയ്ത കാര്യം, അതായത് അമിത വേഗത്തിൽ കാർ ഡ്രൈവ് ചെയ്തു, അതിന്റെ ഏത് സെക്ഷനാണെന്ന് എനിക്കറിയാം. അതിൽ താൻ വേഗം തന്നെ അതിനു വേണ്ട ആക്ഷൻ എടുത്തോളൂ. പിന്നെയുള്ളത് മൊബൈൽ ഫോൺ യൂസ് ചെയ്തു എന്ന്, ഇതിനൊക്കെ കൂടി താൻ എന്ത് ശിക്ഷയാണ് വിധിക്കാൻ പോകുന്നത്? അതെ, താൻ വേഗം എനിക്കെതിരെ ആക്ഷൻ എടുത്തോ, എന്നിട്ട് ഞാൻ കാണേണ്ടവരെയൊക്കെ കണ്ട് അതിന് വേണ്ട മറുപടി കൊടുത്തോളാം. പിന്നെ തന്റെ ഈ തിളപ്പുണ്ടല്ലോ, അത് നല്ലതിനല്ല എന്ന് ഓർത്തു വെച്ചോ എന്ന് പറഞ്ഞ് ശാലിനി ദേഷ്യത്തോടെ വണ്ടി എടുത്ത് അവിടുന്ന് പോകുമ്പോഴേക്കും സോമശേഖരൻ ശാലിനി മേഡത്തെ ചേസ് ചെയ്ത് വന്നത് ശരിയായില്ലെന്നുള്ള ആ ഒരു കുറ്റബോധത്തിൽ നാണം കെട്ട അവസ്ഥയിൽ ആകെ വിഷമിച്ചു നിന്നു. അപ്പോഴാണ് പ്രകാശ് വീണ്ടും വീണ്ടും ശിവന്റെ അവസ്ഥ കൂടുതൽ സീരിയസ് ആവുന്നത് കണ്ട് വല്ലാത്ത ടെൻഷനോടെ ശിവന്റെ കാലുകൾ തിരുമ്മി കൊടുത്തുകൊണ്ടേയിരുന്നു. ഇത് കണ്ടതോടെ റാണി ചോദിച്ചു, പ്രകാശ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശിവേട്ടൻ എങ്ങനെയാ എന്ന് ചോദിച്ചതും, റാണി, ഇനി അധിക നേരം എനിക്ക് ശിവേട്ടനെ പിടിച്ചു നിർത്താനാവില്ല. ശിവേട്ടന്റെ കണ്ടീഷൻ വളരെ ക്രിട്ടിക്കൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് മെഡിസിൻ എടുത്തില്ലെങ്കിൽ പ്രശ്നമാകും. ഇനി അധിക നേരം ശിവേട്ടന്റെ ജീവനെ എനിക്ക് പിടിച്ചു നിർത്താൻ കഴിഞ്ഞെന്ന് വരില്ല. ഇനി പെട്ടെന്ന് തന്നെ ശരീരമാകെ തണുത്തുറയും. പെട്ടെന്ന് ഈ ദേഹം ഡെഡാകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് പറഞ്ഞ് ശിവന്റെ കാലുകൾക്ക് വീണ്ടും ചൂട് പകരാനായിട്ട് പ്രകാശ് വീണ്ടും ആ ഉള്ളംകാലിൽ തന്റെ കൈ ചേർത്ത് വെച്ച് ഉരസി കൊടുത്തുകൊണ്ടേയിരുന്നു. ഈ കാഴ്ച കണ്ടതോടെ ആകെ ടെൻഷനോടെ നിൽക്കുകയാണ് റാണി ഇതിനിടയിൽ ഈശ്വരന്മാരോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്റെ ദൈവങ്ങളെ, ഞങ്ങളുടെ ശിവനെ തിരിച്ചു തരണേ എന്ന പ്രാർത്ഥനയോടെ അങ്ങനെ റാണി നിൽക്കുമ്പോഴേക്കും ശാലിനി കൃത്യമായി അനുപല്ലവി പറഞ്ഞ ആ മെഡിക്കൽ ഷോപ്പിന്റെ അരികിലേക്ക് എത്തി. വണ്ടി നിർത്തി ആ ഷോപ്പ് ഉടമയ്ക്ക് അരികിലേക്ക് ചെന്നു. അനു പറഞ്ഞത് കൊണ്ടാണ് എന്ന് പറഞ്ഞതും, സാരമില്ല മേഡം, ഞാൻ കൃത്യസമയത്ത് മേഡം ഇട്ടത് കൊണ്ട് ഇതെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. ബില്ല് എത്രയാണ് എന്ന് ചോദിച്ചതും വേഗം അതിൽ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഉടനെ തന്നെ ശാലിനി ഗൂഗിൾ പേ ചെയ്തിട്ട് താങ്ക്സ് പറഞ്ഞുകൊണ്ട് വേഗം ആ മെഡിസിനുമായിട്ട് കാറിലേക്ക് ചെന്ന് കയറി. പെട്ടെന്ന് വണ്ടിയും എടുത്ത് അവിടെ നിന്ന് ശാലിനിയെ പുറപ്പെട്ടു. ഈ സമയത്ത് ചന്ദ്ര ശിവേട്ടനെ കാണണമെന്നുള്ള ആഗ്രഹത്തോടെ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ചു ദൂരം പിന്നിട്ട് കഴിഞ്ഞപ്പോഴാണ് അതിൽ ഏതെങ്കിലും ഓട്ടോ വരുന്നുണ്ടെന്ന് ഓർത്ത് നോക്കി നിന്നത്. മെയിൻ റോഡിൽ നിന്ന് നോക്കിയപ്പോഴേക്കും അതുവഴി ഒരു ഓട്ടോ വരുന്നത് ചന്ദ്ര കണ്ടു. പെട്ടെന്ന് ചന്ദ്ര കൈ കാണിച്ചതും അവർ ചോദിച്ചു, എങ്ങോട്ട് പോകാനാ? എനിക്ക് KK നഗറിലേക്ക് പോകണം, അവിടെ അടുത്തൊരു വീട്ടിലേക്ക് പോകാനാ എന്ന് പറഞ്ഞു. ശരി, ഞങ്ങള് അവിടെ കൊണ്ടുപോയി വിട്ടാൽ മതി, അതോ തിരിച്ചു കൊണ്ടുവരണോ എന്ന് ചോദിച്ചതും വേണ്ട, അവിടെ കൊണ്ടുപോയി വിട്ടാൽ മതി എന്ന് പറഞ്ഞു. ശരി, ഞങ്ങൾ ഓട്ടം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിയാ എന്ന് പറഞ്ഞതും ഉടനെ കാറിനകത്തിരുന്ന മറ്റൊരാളോട് വേഗം പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ആ ഓട്ടോ ഡ്രൈവർ പറഞ്ഞു. എടാ ഇങ്ങോട്ട് ഇറങ്ങിക്കേടാ എന്ന് പറഞ്ഞതും അയാൾ വേഗം പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് പറഞ്ഞു, പെങ്ങളെ, ഈ അസമയത്ത് ഞങ്ങൾ ഓട്ടം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിയാ. അപ്പോ പെങ്ങളെ പോലെ ഉള്ള ഒരാള് ഇങ്ങനെ വണ്ടിക്ക് കൈ കാണിച്ചാൽ എന്താ ചെയ്യുക? കേറ്റാതിരിക്കാൻ കഴിയില്ലല്ലോ. മാത്രമല്ല ഞങ്ങളെ പോലെയുള്ള മാന്യന്മാര് വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ പെങ്ങളെ പോലെയുള്ള സാധുക്കളായിട്ടുള്ള ആളുകള് ഇങ്ങനെ ഒരു സഹായം ചോദിച്ചാൽ ചെയ്യാതിരിക്കാനാവില്ലല്ലോ. പിന്നെ ചെയ്തില്ല എങ്കിലും പിന്നീട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും ഞങ്ങൾക്കാണ് അപവാദങ്ങൾ കേൾക്കേണ്ടി വരിക. എന്തായാലും പെങ്ങൾ കയറിക്കോ, ഞങ്ങൾ കൊണ്ടുപോയി വിടാമെന്ന് പറഞ്ഞ് വേഗം തന്നെ ചന്ദ്രയുടെ അകത്തേക്ക് കയറിക്കൊള്ളാനായിട്ട് അറിയിച്ചു. ഇത്രയും നേരം പരിചയപ്പെട്ടിട്ടും ഞങ്ങൾ ഇത്രയും നേരം കൊണ്ട് ഒരു മോശമായ വാക്കുപോലും പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ ചന്ദ്രയോട് ചോദിച്ചതും ചന്ദ്ര പറഞ്ഞു, വേഗം ഒന്ന് അവിടെ എത്തിക്കാവോ എന്ന് ചോദിച്ചതും അതിനെന്താ, കയറിക്കോ, പെങ്ങളകത്തേക്ക് കയറിയിരുന്നു, ഞാൻ ഈ സൈഡിൽ ഇരുന്നോളാം എന്ന് പറഞ്ഞ് അയാൾ വേഗം ചന്ദ്രയുടെ അകത്തേക്ക് കയറി ഇരുന്നോളാനായിട്ട് പറയുന്നു. ചന്ദ്ര ഓട്ടോയ്ക്ക് അകത്തേക്ക് കയറിയതും അയാളും പതിയെ ചന്ദ്രയുടെ തൊട്ടടുത്തായി വന്നിരുന്നു. ആ വണ്ടി അവിടുന്ന് എടുത്ത് കുറച്ചു ദൂരം മുന്നിട്ട് കഴിഞ്ഞത് അയാളുടെ ഇരിപ്പിലും മട്ടിലും ഒക്കെ ചില വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങി. പതിയെ അയാൾ ചന്ദ്രയുടെ തോളത്തൂടെ കൈയിട്ട് ചന്ദ്രയുടെ ഷോൾഡറിൽ പിടിക്കുന്നു. ഉടനെ ചന്ദ്ര പറഞ്ഞു, അതെ, മര്യാദക്കിരിക്കെ എന്ന് പറഞ്ഞത്, അത് ശരി, നീ ഞങ്ങളെ മര്യാദ പഠിപ്പിക്കുകയാണോ എന്ന് ചോദിച്ച് അവർ ബഹളം ഉണ്ടാക്കി. അപ്പോഴേക്കും
ചന്ദ്ര അവർ പോകുന്ന റൂട്ട് ഏതാണെന്ന് ശ്രദ്ധിച്ചു. ഉടനെ ഇത് കേക്കനഗറിലേക്കുള്ള വഴിയല്ലോ, ഇത് വേറെ റൂട്ടാണല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും അടുത്തിരുന്ന ആ, ചന്ദ്രയുടെ അടുത്തിരുന്ന ആള് പറഞ്ഞു, അതെ ഈ വഴിയും പോകാം, ഇത് പെട്ടെന്ന് പോകാൻ പറ്റുന്ന വഴിയാ എന്ന് പറഞ്ഞപ്പോ ചന്ദ്ര പറഞ്ഞു, ഈ വഴി എനിക്ക് പോകണ്ട, നിങ്ങൾ വണ്ടി നിർത്ത്, ഞാൻ വേറെ വഴി പോയിക്കോളാം എന്ന് പറഞ്ഞ് എനിക്കറിയാവുന്ന വഴി കൂടെ പോയിക്കോളാം എന്ന് പറഞ്ഞ് ചന്ദ്ര ബഹളം ഉണ്ടാക്കി. ഉടനെ അവർ ദേഷ്യത്തോടെ പറഞ്ഞു, അത് ശരി, നിനക്കറിയാവുന്ന വഴിയെ പൊക്കോളാന്നോ, എന്നാ നിനക്ക് അതുവഴി പോയാൽ പോരുന്നോ, നീ എന്തിനാ ഞങ്ങളുടെ കൂടെ ഈ ഓട്ടോയിൽ കയറിയത് എന്ന് ചോദിച്ച് അവർ വല്ലാതെ ചന്ദ്രയെ ഉപദ്രവിക്കാനായിട്ട് ഒരുങ്ങി. ഉടനെ ചന്ദ്ര അവരോട് വണ്ടി നിർത്തിയില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ചാടി ഇറങ്ങുമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. അപ്പോഴേക്കും അവർ പറഞ്ഞു, അത് ശരി, നീ വണ്ടി നിർത്തിയില്ലെങ്കിൽ ചാടി ഇറങ്ങുന്നോ, എന്നാ ഞാൻ നിന്നെ ഇവിടെ ഇട്ട് കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും ബഹളം വെച്ചു. ഉടനെ ചന്ദ്ര പറഞ്ഞു, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചതും അയാൾ പറഞ്ഞു, അതെ ഈ റഹീമിന്റെ വണ്ടിയിലേക്ക് ഓടി വന്ന് കയറിയിട്ട് ഇപ്പൊ നീ പുണ്യാളത്തി ചമയനോ, മര്യാദയ്ക്ക് അടങ്ങിയിരിക്കടി പെണ്ണെ എന്ന് പറഞ്ഞ് അവർ ബഹളം ഉണ്ടാക്കി. ഉടനെ ചന്ദ്ര ബഹളം വെച്ച് വണ്ടി നിർത്താനായി അലമുറയിട്ടതും വേഗം തന്നെ അവർ വണ്ടി ഒതുക്കി. അത് ശരി, നീ അത്രയ്ക്കായോ എന്ന് ചോദിച്ച് അവർ ബഹളം ഉണ്ടാക്കിയപ്പോഴേക്കും ശാലിനി അതുവഴി കൃത്യം അവരുടെ ഓട്ടോയ്ക്കും തൊട്ടു മുന്നിലായിട്ട് ശാലിനിയുടെ കാറ് വന്നു നിന്നത്. ഇത് കണ്ടതും അവർ വണ്ടി നിർത്തിയതോടെ ചന്ദ്ര വേഗം തന്നെ ഓട്ടോയിൽ നിന്നിറങ്ങി. നീ എങ്ങോട്ടാണ് പെണ്ണെ പോകുന്നത് എന്ന് ചോദിച്ച് അവർ ചന്ദ്രയെ ഉപദ്രവിക്കാൻ ഒരുങ്ങിയപ്പോഴേക്കും കാറിന്റെ ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്ത് പുറത്തിറങ്ങിയ ശാലിനി കൃത്യമായി ചന്ദ്ര കണ്ടു. ഉടനെ തന്നെ ശാലിനി ചേച്ചി എന്ന് വിളിച്ച് അരികിലേക്ക് ഓടി ചെല്ലുകയാണ്. ചന്ദ്രയെ കെട്ടിപ്പിടിച്ച് ശാലിനി എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോഴേക്കും ഉടനെ റഹീമും ആ ഓട്ടോക്കാരനും കൂടി പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞു, അത് ശരി കണ്ടോടാ, ഇന്നത്തെ നല്ല കോളാണല്ലോ, ഇന്ന് നമ്മളെ തേടി ഇങ്ങോട്ട് വരികയോ ഓരോ കോളുകളും, വന്നതും കൊള്ളാം നിന്നതും കൊള്ളാം എന്ന് പറഞ്ഞപ്പോഴേക്കും ശാലിനി അരികിലേക്ക് എന്നിട്ട് പറഞ്ഞു, അതെ വന്നത് കൊള്ളത്തിൽ, വന്നതും നിന്നതും ഒക്കെ കൊള്ളാമെങ്കിലും ഇനി നിന്നെ ഒന്നും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് ശാലിനി അവരോട് ഏറ്റുമുട്ടുന്നു. ഒടുവിൽ അവരെ എല്ലാവരെയും അടിച്ചു വീഴ്ത്തി ആകെ അതിശയത്തോടെ ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുകയാണ് ആ കാഴ്ചകളൊക്കെ കണ്ട് ചന്ദ്ര. ഉടനെ തന്നെ അവരെ രണ്ടുപേരെയും അടിച്ചു വീഴ്ത്തിയതിനു ശേഷം ശാലിനി വേഗം തന്നെ ചന്ദ്രയുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങിച്ചു. ചന്ദ്ര ആ മൊബൈൽ ഫോൺ കൊടുത്തതും ചന്ദ്ര ആ റഹീമിന്റെ കയ്യിൽ കടിച്ചിട്ടാണ് ഓട്ടോയിൽ നിന്ന് ചാടി ഇറങ്ങിയത്. ആ റഹീമിനെ തള്ളിയിട്ടിട്ട് ചന്ദ്ര ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴായിരുന്നു ശാലിനി കൃത്യമായി അവർക്ക് മുന്നിലേക്ക് എത്തിയത്. വിവരങ്ങളൊക്കെ ശാലിനിക്ക് മനസ്സിലായതുകൊണ്ട് വേഗം തന്നെ ഇടിച്ച് അവന്മാരെ നിലത്തിട്ടതിന് ശേഷം ചന്ദ്രയുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങിച്ച് വേഗം ആ ഓട്ടോ ഡ്രൈവറെയും കൂടെ ഉണ്ടായിരുന്ന റഹീമിനെയും ഫോട്ടോ എടുക്കുകയാണ് ശാലിനി. അതിനുശേഷം അവരുടെ ആ ഓട്ടോയുടെ നമ്പരും കൃത്യമായി തന്നെ മൊബൈലിൽ പകർത്തിയെടുത്തു. ശാലിനി വേഗം തന്നെ അവിടേക്ക് കൃത്യസമയത്ത് ചന്ദ്രയെ രക്ഷിക്കാനായി അവിടേക്ക് എത്തിയത് കൊണ്ട് ഉടനെ അവരെ അടിച്ച് നിലംപരിശാക്കിയതിനു ശേഷം അവരോട് ശാലിനി പറഞ്ഞു, അതെ ഞാൻ ശാലിനി, ജില്ലാ കളക്ടറാണ്. ഇപ്പൊ ഈ സമയത്ത് നിന്നെയൊക്കെ ഇവിടുത്തെ സ്റ്റേഷനിൽ വിളിച്ച് CI വിളിച്ചു വരുത്തി നിന്നെയൊക്കെ അറസ്റ്റ് ചെയ്യിക്കാനായിട്ട് തൽക്കാലം എനിക്ക് സമയമില്ല, അതുകൊണ്ടാണ്. പക്ഷേ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ പുറമേ നിങ്ങളുടെ പിന്നാലെ വന്നോളും എന്ന് ശാലിനി അറിയിച്ചു. നിന്നെ പോലെയൊക്കെയുള്ള ഡ്രൈവർമാരാടാ മറ്റ് നല്ലവരായ ഓട്ടോ ഡ്രൈവർമാർക്ക് കൂടി ചീത്തപ്പേരുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ് ശാലിനി ദേഷ്യത്തോടെ അവന്മാരുടെ ഫോട്ടോയും എടുത്ത് ചന്ദ്രയുടെ വണ്ടിയിൽ കയറിക്കൊള്ളാൻ പറഞ്ഞ് ശാലിനി വേഗം വണ്ടിയിലേക്ക് ചന്ദ്രയും കയറ്റി അവിടെ നിന്ന് വണ്ടി എടുത്ത് പുറപ്പെട്ടു. ഈ സമയത്ത് പ്രകാശ് ശിവനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒടുവിൽ കുറെ നേരമായിട്ടും ശാലിനി അവിടേക്ക് എത്താത്തതുകൊണ്ട് വല്ലാത്ത ടെൻഷനോടെ പ്രകാശ് ശിവന്റെ ആരോഗ്യസ്ഥിതി ഒന്നുകൂടി നോക്കി. ശിവേട്ടന്റെ അപ്പോഴത്തെ അവസ്ഥ കണ്ട് വല്ലാത്ത ടെൻഷനായി പ്രകാശിന്. ഉടനെ റാണി ചോദിച്ചു, എന്താ പ്രകാശ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ ഇനിയിപ്പോ ശിവേട്ടന്റെ കാര്യം പറയാനാവില്ല, ശിവേട്ടൻ അങ്ങനെ ഒരു കണ്ടീഷനിലാണ്, ഇനിയും മെഡിസിൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല എന്ന് പറഞ്ഞു. ശിവന്റെ കണ്ണുകളൊക്കെ മറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ശിവൻ അപ്പോഴേക്കും അബോധാവസ്ഥയിലേക്ക് ശിവൻ എന്തൊക്കെയോ പറയുന്നതായിട്ട് പ്രകാശിന് തോന്നി. പ്രകാശ് അരികിലെത്തി ശിവേട്ട ശിവേട്ട എന്ന് വിളിക്കുമ്പോൾ പപ്പി സത്യ, പപ്പി സത്യ, ഇത് തന്നെയായിരുന്നു ശിവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പപ്പി സത്യം എന്നാണല്ലോ ശിവേട്ടൻ പറയുന്നത്, അത് ആരാ എന്ന് ചോദിച്ചതും റാണി പറഞ്ഞു, ഞാനിത് ആദ്യമായിട്ട് കേൾക്കുക, ഇതിനു മുമ്പ് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. പ്രകാശം ആകെ അതിശയത്തോടെ ചോദിച്ചുകൊണ്ടിരുന്നു, ഇപ്പോഴാ ഇങ്ങനെ ശിവേട്ടൻ പറയുന്നത് എന്ന് പറഞ്ഞതും ശിവന്റെ കണ്ണുകൾ മറയുന്നതായിട്ട് പ്രകാശിന് തോന്നി. ശിവൻ എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നു എന്നൊരവസ്ഥയിലായിരുന്നു ശിവന്റെ അപ്പോഴത്തെ ഓരോ ചലനങ്ങളും. പ്രകാശ് വല്ലാത്ത ടെൻഷനോടെ ശിവനെ വിളിച്ചുകൊണ്ടിരുന്നു. ശിവേട്ട ശിവേട്ട എന്ന് വിളിച്ചതും റാണി അടുത്ത് നിന്ന് ശിവേട്ടനൊരു ആപത്തും വരരുതേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ശാലിനിയെ ദുസ്വപ്നത്തിൽ കണ്ടതുപോലെ ശിവൻ അവിടെ കൂട്ടിവെച്ചിരിക്കുന്ന ചിരക്കരികിലേക്ക് ശിവൻ നടന്നെടുക്കുന്ന കാഴ്ചയാണ്. ശിവൻ അങ്ങനെ ആ ചിരക്കരികിലേക്ക് നടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. ഈ സമയം ശാലിനി ചന്ദ്രയും കൂട്ടി കൃത്യമായി ആ വീട്ടിലേക്ക് വന്നെത്തിയത്. കാറ് നിർത്തി
ശാലിനി മെഡിസിനുമായി വേഗം തന്നെ അകത്തേക്ക് ഓടിക്കയറി. ശിവൻ ആ ചിതയ്ക്കരികിലേക്ക് നടന്നെടുത്തതും ചിതയിലേക്ക് കയറാനായിട്ട് ഒരുങ്ങിയ ആ നിമിഷത്തിൽ പെട്ടെന്ന് ശിവ എന്നുള്ള ശാലിനിയുടെ ഉറക്കെയുള്ള വിളി കേട്ടു. ആ വിളി കേട്ട് പിന്തിരിഞ്ഞ് ഞെട്ടലോടെ നോക്കുകയാണ് ശിവൻ. അടുത്തു നിന്ന് ശാലിനി ശിവ എന്ന് ഉറക്കെ വിളിച്ചത് കേട്ട് ഞെട്ടിത്തെറിച്ച് ശിവൻ പിന്തിരിഞ്ഞ് നോക്കിയതും ഈ സമയത്താണ് ശാലിനി അതേപോലെ തന്നെ ആ മെഡിസിനുമായിട്ട് അകത്തേക്ക് കയറിയെത്തിയത്. വേഗം മെഡിസിൻ കൊണ്ടുവന്ന് പ്രകാശിന്റെ കയ്യിലേക്ക് നൽകി. പ്രകാശ് വേഗം തന്നെ ആ മെഡിസിൻ എടുത്ത് ശിവന്റെ ദേഹത്തേക്ക് ഇഞ്ചെക്ട് ചെയ്തു. എന്നിട്ട് അടുത്തിരുന്ന ചന്ദ്രയോട് വേഗം തന്നെ ഈ ഇവിടെ ഒന്ന് അമർത്തി തിരുമാനായിട്ട് പ്രകാശ് അറിയിച്ചു. അങ്ങനെ ആ പഞ്ഞി കൊടുത്ത് അവിടെ അമർത്തി തിരുമാൻ പറഞ്ഞതും വേഗം തന്നെ ചന്ദ്ര ഇരുന്ന് അമർത്തി തിരുമ്മി കൊടുത്തുകൊണ്ടേയിരുന്നു. ശിവന്റെ അപ്പോഴത്തെ ആരോഗ്യാവസ്ഥ കണ്ട് ആകെ ടെൻഷനോടെ നോക്കി നിൽക്കുകയാണ് ശാലിനി. ഉടനെ ശാലിനി ശിവനെ പതിയെ വിളിച്ചു. ശിവന്റെ കണ്ണുകൾ വീണ്ടും ആകെ മറിഞ്ഞു പോകുന്നത് പോലത്തെ അവസ്ഥയിലിരിക്കുമ്പോൾ ശിവനെ ആ ചിതയിലേക്ക് പോകാൻ തുടങ്ങിയ ശിവനെ അടുത്ത് നിന്ന് ശാലിനി ഉറക്കെ ശിവ എന്ന് ഉറക്കെ അലറി വിളിക്കുന്നതായിട്ട് ശിവന് തോന്നുന്നു. ഉടനെ ശാലിനി ശിവ ശിവ എന്ന് അടുത്തിരുന്ന് വിളിച്ചിട്ടും ശിവൻ പറഞ്ഞുകൊണ്ടിരുന്നത് സത്യ, പപ്പി എന്ന പേരുകളായിരുന്നു. ഉടനെ അത് കേട്ടതോടെ പ്രകാശ് പറഞ്ഞു, കുറച്ചു നേരമായിട്ട് ശിവേട്ടൻ ഇതേ പേര് തന്നെയാ പറയുന്നത് എന്ന് പറഞ്ഞപ്പോ ശാലിനി പറഞ്ഞു, അത് എന്റെ കുട്ടികളാ പപ്പിയും സത്യയും എന്ന് പറഞ്ഞു. ഈ ഒരു സമയത്ത് ഇങ്ങനെ ശിവേട്ടൻ പേര് പറയണമെങ്കിൽ അത് വല്ലാത്ത ആത്മബന്ധമുള്ള ആളുകളുടെ പേരാണ്. അതുകൊണ്ടായിരിക്കാം അത്രത്തോളം കുട്ടികളോട് അറ്റാച്ച്മെന്റ് കാണും ശിവേട്ടന് അല്ലെ എന്ന് പ്രകാശ് പറയുമ്പോഴേക്കും അവരുടെ പേരുകൾ തന്നെയാണല്ലോ ശിവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ പ്രകാശ് പറയുമ്പോഴേക്കും പപ്പി, സത്യ എന്ന് പറഞ്ഞിട്ട് അവസാനം ശാലിനി എന്നുകൂടി ശിവൻ വിളിക്കുന്നത് കേട്ടു. ശാലിനി വല്ലാത്ത ഞെട്ടലോടെ ശിവനെ നോക്കുകയാണ്. ചന്ദ്രയും പ്രകാശും റാണിയുമൊക്കെ ആകെ ഞെട്ടിത്തെറിച്ച് ശിവനെ നോക്കുമ്പോൾ ശിവൻ വീണ്ടും അതേ പേര് തന്നെ ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്നു. പപ്പി, സത്യ, ശാലിനി എന്ന് ആ പതിഞ്ഞ സ്വരത്തിൽ അവശനായ അവസ്ഥയിൽ ശിവൻ അങ്ങനെ മന്ത്രങ്ങൾ എന്ന പോലെ അവരുടെ പേരുകൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് കേട്ട് ആശ്ചര്യത്തോടെയും ഞെട്ടലോടെയും ശാലിനി നോക്കിയിരുന്നു. അതിനുശേഷം പിന്നീട് ശിവന്റെ രോഗാവസ്ഥ ഇപ്പോൾ മരുന്നിനോട് ശിവേട്ടൻ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നും ഇനി പേടിക്കേണ്ടതില്ല എന്നും പറഞ്ഞ് ശിവന്റെ അവസ്ഥ കണ്ട് സമാധാനിപ്പിക്കുകയാണ് അടുത്തിരുന്നുകൊണ്ട് പ്രകാശ്. ഉടനെ എന്തെങ്കിലും സിറ്റുവേഷൻ വഷളായാൽ തന്നെ അറിയിക്കണമെന്ന് പറഞ്ഞ് മടങ്ങിപ്പോകാൻ കഴിയാതെ ശാലിനി അവിടെ തന്നെ ഇരുന്നു. അങ്ങനെ ആ ഒരു ദിവസം കഴിപ്പിച്ച് പിറ്റേന്ന് രാവിലെ ശിവന് ഏകദേശം ഭേദമായെന്ന് ഉറപ്പായി ശാലിനി അവിടെ നിന്ന് വീട്ടിലേക്ക് മടങ്ങി. അതിനുശേഷം കുട്ടികളുമായിട്ട് ശാലിനി പുറത്തേക്ക് പോയപ്പോഴാണ് വഴിയരികിൽ കുട്ടികൾ ഒരു കാഴ്ച കണ്ടത്. ഉടനെ തന്നെ ശാലിനിയോട് പപ്പിയും സത്യം പറഞ്ഞു, അമ്മേ ദാ ദീപു എന്നുറക്കെ വിളിച്ചതും ശാലിനി ചോദിച്ചു, ഏത് ദീപു? അമ്മേ നമ്മുടെ ദീപു, നമ്മള് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ, ആ ദീപു. അത് കേട്ടതോടെ ശാലിനിക്ക് വല്ലാച്ച ഞെട്ടലായി. അവരോ? എവിടെ എന്ന് ശാലിനി ചോദിച്ച് വണ്ടി നിർത്തി ശാലിനി പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോ അവിടെ ഒരു റോഡ് സൈഡിൽ അവർ 3 പേരും ഇരിക്കുന്ന കാഴ്ച കണ്ടു. വേഗം തന്നെ ശാലിനി കുട്ടികളോടൊപ്പം പുറത്തേക്ക് ഇറങ്ങി. ദീപുവിന്റെ അടുത്തേക്ക് പപ്പിയും സത്യയും ഓടി എത്തിയിട്ട് ചോദിച്ചു, എന്താ ദീപു, എന്താ നീ ഇവിടെ ഇരിക്കുന്നത് എന്ന് അന്വേഷിച്ചു. ഉടനെ ശാലിനി അരികിലേക്ക് വന്ന് കാരണം എന്താണെന്ന് അവരോടായിട്ട് ചോദിച്ചു. അപ്പോഴേക്കും എന്താ എന്താ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ഞെട്ടലോടെ ശാലിനി ചോദിക്കുമ്പോഴേക്കും അത് പിന്നെ ഞങ്ങൾ അന്ന് ആ വീട്ടിൽ നടന്ന സംഭവങ്ങളും കഴിഞ്ഞ രാത്രിയിൽ ശ്യാമ ഉണ്ടാക്കിയ പ്രശ്നങ്ങളും പിറ്റേന്ന് രാവിലെ അച്ഛൻ ശാലിനി മേഡത്തിന്റെ അച്ഛൻ വന്ന് ഞങ്ങളോട് ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങണമെന്ന് ആവശ്യപ്പെട്ടതുമൊക്കെ അവർ വേദനയോടെ ശാലിനിയോട് അറിയിക്കുന്നു.